ഹലോ, ഞാനിന്ന് അമ്പലപ്പുഴയിലുണ്ടായിരുന്ന ഒരു ദിവസത്തെ വീഡിയോ ആണിത്. അമ്പലപ്പുഴ എന്ന് വെച്ചിട്ട് എൻ്റെ സ്വന്തം വീട് അമ്പലപ്പുഴയാണ്. ഞാനിപ്പോൾ കരുനാഗപ്പള്ളിയിലാണെങ്കിലും എൻ്റെ സ്വന്തം വീട് അമ്പലപ്പുഴയാണ്. അത് പുതിയതായിട്ട് എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പം വീട്ടിൽ വന്നിട്ട് അനിയത്തിയുമായിട്ടൊരു കുട്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ വീടിനടുത്ത് വെളിയിൽക്കാവെന്ന് പറഞ്ഞിട്ട് അമ്പലമുണ്ട്. അമ്പലത്തിൽ ഉത്സവമാണ് ഈ മാസം 20-ാം തീയതി. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ആദ്യം ഞങ്ങൾ ബാങ്കിലാണ് പോയത്. അനിയത്തിക്ക് ബാങ്കിൽ പോകേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ബാങ്കിലൊക്കെ പോയിട്ട് ഞങ്ങൾ നേരെ ആലപ്പുഴ കൃഷ്ണാസി പോയി. കൃഷ്ണാസി പോയെന്ന് വെച്ചിട്ടാണ് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായി കുറച്ച് മെറ്റീരിയലൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അവിടെ മെറ്റീരിയൽ എടുക്കാൻ കയറിയപ്പോൾ നോക്കിയപ്പോൾ ടീഷർട്ട് കണ്ടു. പിള്ളേർക്ക് പറ്റിയ സെയിം കളറിൽ ടീഷർട്ട് കണ്ടു. അപ്പം എനിക്കൊരു മോനാണ്, അവൾക്കൊരു മോനും ഒരു മോളുമാണുള്ളത്. അപ്പം പിള്ളേർക്ക് ഒരേപോലെ ഒരേ കളറിൽ ഇടാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ടീഷർട്ടൊക്കെ നോക്കി. അങ്ങനെ അവർക്ക് 2 ടീഷർട്ട് എടുത്തു ഞങ്ങൾ. സാധാരണ അങ്ങനെ മാക്സിൽ സ്റ്റുഡിയോന്നൊക്കെയാണ് വാങ്ങിക്കുക. കൃഷ്ണാസിൽ മെറ്റീരിയൽ മാത്രമേ വാങ്ങിക്കാറുള്ളൂ പൊതുവെ. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരേപോലത്തെ ടീഷർട്ട് കണ്ടപ്പോൾ ഞങ്ങളോർത്ത് അങ്ങനെ വാങ്ങിക്കാമെന്ന്. അങ്ങനെ അതുമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പൊട്ടുവെള്ളരി ജ്യൂസ് ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ ഞങ്ങളോർത്ത് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇതുവരെയും കുടിച്ചിട്ടില്ല. ഷോപ്പ് വരുന്നത് നമ്മുടെ വണ്ടാനം ഹോസ്പിറ്റലിലെ കുറച്ച് ഫ്രണ്ടിലായിട്ടാണ്. കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചിട്ട് നമ്മൾ നല്ല വെയിലത്തുമല്ലേ വന്നത്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചിട്ട് എനിക്ക് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ്. അപ്പോൾ ആദ്യമേ ഓരോ ഗ്ലാസ്സും ഞങ്ങൾ വാങ്ങിച്ചു കുടിച്ചു. പിന്നെ അതിൻ്റെ ടേസ്റ്റ് കൊണ്ടിട്ടാണ് പിന്നെ ഞങ്ങൾ ഓരോ ഗ്ലാസ് കൂടെ വാങ്ങിച്ചു. പിന്നെ ഓർത്ത് ഞങ്ങൾ ഓരോന്ന് വാങ്ങിച്ചിട്ട് കുഞ്ഞുകൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഓരോന്നോ പാഴ്സൽ പറഞ്ഞു. ആദ്യം ഞങ്ങൾ മറ്റേ പൊട്ടുവെള്ളരി അതോടെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഒരുപാട് പണിയുണ്ട്, എൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് ഒഴിക്കണം, ഇതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഓക്കെ ഇപ്പോൾ കഴിക്കാനല്ലേ, ഇപ്പോൾ അങ്ങനെ വാങ്ങിക്കാമെന്ന്. അപ്പം എല്ലാം ടിന്നിനകത്താക്കിയിട്ട് തന്നു. പുള്ളി ചോദിക്കുക കവറിൽ വേണോ ടിന്നിൽ വേണോ. അപ്പം ഞങ്ങൾ പറഞ്ഞു ടിന്നിൽ മതി, അതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്ട്രോ ഇട്ട് കുടിക്കാമല്ലോ. അങ്ങനെ അത് വാങ്ങിച്ചു. ഈ കാണുന്നതാണ് പൊട്ടുവെള്ളരി. എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് കുടിക്കുന്നതും കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 3 പാഴ്സലും വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് ത്രെഡ് ഹൗസിൽ പോകണമായിരുന്നു. സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് ത്രെഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. അത് അമ്പലപ്പുഴയിൽ തന്നെയുള്ള ഷോപ്പാണ്. തിരിച്ച് ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് അമ്പലപ്പുഴ വന്നു. എന്നിട്ട് അവിടെ കയറിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അനിയത്തിയാണെങ്കിൽ ധൃതി വെച്ചിട്ട് നിൽക്കുകയാണ്. അവളുടെ മോള് കുഞ്ഞതല്ലേ, 1 വയസ്സായുള്ളൂ. അയാളെ ഇട്ടിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ചടപടേന്നെല്ലാം കഴിഞ്ഞു അവിടെ എത്തി. അവിടെ ചെന്നപ്പോൾ വാതിക്കേ തന്നെ അവൾ അമ്മയും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പക്ഷേ അവൾക്കാണെങ്കിൽ അമ്മയെ കണ്ടിട്ട് ഒരു പരിഭവമോ ഇട്ടിട്ട് പോയതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. അമ്മയെ കണ്ടപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി. ഞാൻ ഫോൺ പിടിച്ചപ്പോൾ എൻ്റെ ഫോണിലോട്ട് പിടിക്കാൻ വരികയാണ്. എപ്പോഴും ഫോണാണ് കുഞ്ഞിന് വേണ്ടത്. അപ്പം ഞാൻ അവളോട് പറയുമായിരുന്നു, ഇത്രയും നേരം ഇട്ടിട്ട് പോയിട്ട് നിനക്കൊരു കെറുവും ഇല്ലേ, മിണ്ടണ്ടെന്നൊക്കെ. അവൾക്കതൊന്നും അറിയില്ലല്ലോ. അവൾക്ക് ഭയങ്കര സന്തോഷം. ഇനി ഞങ്ങൾ കുറച്ചേരം കുഞ്ഞാവയൊക്കെ ആയിട്ട് കളിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.